നേത്രാവതി എക്സ്പ്രസിൽ നിന്ന് രേഖകളില്ലാത്ത 50 ലക്ഷം രൂപ കണ്ടെടുത്തു. പണവുമായി രാജേന്ദ്ര ചവാൻ എന്ന മഹാരാഷ്ട്ര സ്വദേശിയെ പിടിച്ചിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാം, 50 ലക്ഷം രൂപയൊക്കെയാണോ ട്രെയിനിൽ കൊണ്ട് നടക്കുന്നത്? എന്നാ നാടായത് പറയും. GST അടയ്ക്കാതെ സ്വർണ്ണമൊക്കെ കൊച്ചിയിൽ നിന്നും പഴയ സ്വർണം വാങ്ങി തിരിച്ച് മഹാരാഷ്ട്രയിൽ കൊണ്ടുപോകുന്നതിനായി കൊണ്ടുവന്ന പണമാണത്. നികുതി വെട്ടിപ്പിന് കൊണ്ടുവന്ന പണമാണ്. അത് പിടികൂടിയതും അപ്രതീക്ഷിതമാണ്. ലഹരി പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് കേരള റെയിൽവേ പോലീസിൻ്റെ സംഘം നേത്രാവതി എക്സ്പ്രസിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് സ്ലീപ്പർ കോച്ചിൽ സഞ്ചരിക്കുകയായിരുന്ന രാജേന്ദ്ര ചവാൻ്റെ കൈവശമുള്ള ബാഗ് പരിശോധിച്ചപ്പോൾ 50 ലക്ഷം രൂപയിലധികം തുക കണ്ടെത്തിയത്. ഈ പണത്തിന് ആധികാരികമായ രേഖകളൊന്നും ഇയാൾ സൂക്ഷിച്ചിരുന്നില്ല. ഇതോടെ പ്രതിയെയും പണവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ആദായ നികുതി വകുപ്പിന് രണ്ടുപേരെയും കൈമാറിയിട്ടുണ്ട്. ഏതായാലും രേഖകളില്ലാതെ സ്വർണം വാങ്ങാൻ കൊണ്ടുവന്ന പണമാണ് എന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് താൻ വന്നതെന്നും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. തുടരന്വേഷണം ഇനി നടത്തേണ്ടത് ആദായ നികുതി വകുപ്പാണ്. മഴ എങ്ങനെയുണ്ട്? നല്ല മഴയാണ്. ഇപ്പോൾ രാവിലെ ഒരു തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി തുടങ്ങിയതോടെ അതുപോലെ മഴ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയാണ് കൊച്ചി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ വലിയ മഴ ദുരിതങ്ങളൊക്കെ ജില്ലയിലുണ്ടായിരുന്നു. ഇന്നെല്ലാം മാറിയെന്ന് കരുതി നിൽക്കുമ്പോഴാണ് വീണ്ടും ഇപ്പോൾ മഴ വീണ്ടും ശക്തമാകുന്നത്. ഓക്കെ, അപ്പം മഴയിൽ നിന്ന് ഇച്ചിരി മാറി എന്നുള്ളൂ ശ്യാം.